മറ്റൊന്ന്, അത്ഭുതങ്ങൾ പറഞ്ഞും കൊണ്ടല്ല ഒരു വലിയനെ നമ്മൾ വലിയാണെന്ന് വിലയിരുത്തേണ്ടത്. അത്ഭുതങ്ങൾ പലർക്കും ഇവിടെ കാണിക്കാൻ കഴിയും. അത്ഭുതം പിശാചിനെ സേവിച്ചവർക്ക് അത്ഭുതങ്ങളുണ്ടാവും. ചില കള്ളത്തരീക്കത്തിൻ്റെ ആളുകളൊക്കെ കണ്ടില്ലേ, അവന്മാർ പിശാചിനെ സേവിച്ചിട്ടുണ്ടാവും. അവൻ്റെ വയ്യാലെ കൂടിയവരെ മുന്നിൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും. അവൻ പിന്നെ കൂടിയാൽ വിചാരിച്ചു ഇവൻ വലിയ വലിയാണ്, വലിയ മഹാനാണ്, പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച സംഗതിയൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്ഭുതം കാണിക്കാൻ പിശാചിനെ സേവിച്ചാൽ കഴിയും, കങ്കട്ട് വിദ്യയിൽ കൂടി കഴിയും, മാസ് മത്സരത്തിൽ കൂടിയേ സാധിക്കും, പിന്നെ പല റിയാലിറ്റിയിൽ കൂടിയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. മുമ്പ് കല്ലായിപ്പാൽ വൈകി എന്ന് പറഞ്ഞു വരുത്താം. ചരിത്രം കേട്ടിട്ട് ഇന്ന് സുസുന്നികളായി തലപ്പാവ് ധരിച്ച് മശായിഖന്മാരെ നിഷേധിക്കുന്ന ചില ആൾക്കാരെ കേൾക്കണം. അവർ പറയും അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ട, അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയും മേജിക്ക്, മറ്റത് മറിച്ച്. പക്ഷെ മശായിഖന്മാരുടെ വിഷയത്തിൽ ഇവിടെ അത്ഭുതങ്ങളില്ലേ? അതിനെക്കുറിച്ച് വരെ വസ്വാസ് ഉണ്ടാക്കുക. മേജിക് അല്ലല്ലോ ഇത്. അവർ പറയുന്ന നിബന്ധനകൾ അതാണ് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. മശായിഖന്മാരെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളെ മുഅ്മിനീങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കണം. അത് സ്ഥിരപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ ജാലവിദ്യകളും മറ്റും പറഞ്ഞ് ഇതിനെ നിഷേധിക്കുകയാണ്. മറ്റൊന്ന്, അത്ഭുതങ്ങൾ പറഞ്ഞും കൊണ്ടല്ല ഒരു വലിയനെ നമ്മൾ വലിയാണെന്ന് വിലയിരുത്തേണ്ടത്. അവർ പറയും അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ട, അത്ഭുതത്തിന്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറയും മേജിക്ക്, മറ്റത് മറിച്ച്.